ദൈവനാഥത്തിന് മാത്രം ഉണ്ടാകട്ടെ. മനോഹരമായ ഒരു ദിവസമാണ് ദൈവം നമുക്ക് നൽകിയിട്ടുള്ളത്. ഹോപ്പ് ചാനലിലൂടെ ദൈവത്തിൻ്റെ വചനം ശ്രവിക്കുന്ന നിങ്ങളെല്ലാവരെയും ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമത്തിൽ സ്വാഗതം ചെയ്തുകൊള്ളുകയാണ്. നമ്മുടെ ജീവിതത്തിൽ വിവാഹ ബന്ധത്തിലെ ജീവിതം, അതുപോലെ തന്നെ കുടുംബ ജീവിതം എപ്രകാരം നയിക്കണം എന്നതിനുള്ള ദൈവത്തിൻ്റെ വചനം നമുക്ക് ദൈവം നൽകിക്കൊണ്ടിരിക്കുകയാണ്. ഏതാനും 3 ദിവസങ്ങൾ അല്ലെങ്കിൽ 3 പ്രസംഗങ്ങൾ അത് തന്നെയാണ് ദൈവം നമ്മോട് സംസാരിച്ചത്. ദൈവത്തിൻ്റെ വചനപ്രകാരം, അതുപോലെ തന്നെ ദൈവത്തിൻ്റെ വചനത്തിൽ പറഞ്ഞിട്ടുള്ള ദൈവത്തിൻ്റെ വചനപ്രകാരം അനുസരിച്ച് ജീവിച്ച കുടുംബ ജീവിതത്തെക്കുറിച്ച് നാം നോക്കുകയും ചെയ്തു. വിവാഹബന്ധത്തിലൂടെ കുടുംബജീവിതം ആരംഭിക്കുന്നു. അതുപോലെ തന്നെ എപ്രകാരമുള്ളൊരു വിവാഹം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണമെന്നും, അതുപോലെ ഒരു കുടുംബജീവിതം എപ്രകാരം നയിക്കണം, ഭാര്യ എപ്രകാരമായിരിക്കണം, ഭർത്താവ് എപ്രകാരമായിരിക്കണം, മക്കൾ എപ്രകാരമായിരിക്കണമെന്ന് നാം മനസ്സിലാക്കി. ഇയ്യോബിൻ്റെ കുടുംബ ജീവിതത്തെക്കുറിച്ച് നാം മനസ്സിലാക്കി. അതിൽ നിന്നും നമുക്ക് ദൈവം അനേക പാഠങ്ങൾ നമുക്ക് കൊണ്ടുതന്നു. അതുപോലെ നമ്മുടെ ആദ്യ മാതാപിതാക്കളായ ആദാമും ഹൗവയുടെയും ജീവിതത്തിൽ അവരുടെ ജീവിതം ദൈവം എപ്രകാരം നയിച്ചു, അവരുടെ ജീവിതത്തിൽ നിന്നും അനേക പാഠങ്ങൾ നമ്മുടെ ജീവിതത്തിൽ അല്ലെങ്കിൽ ഓരോ കുടുംബ ജീവിതത്തിൽ പകർത്തുവാൻ കഴിഞ്ഞു. ഇന്ന് നാം ചിന്തിക്കുവാൻ പോകുന്നത്, എത്ര പേരുണ്ട് എൻ്റെ കുടുംബത്തിൽ ആവശ്യങ്ങളൊന്നും നടക്കണ്ട, ആവശ്യമായിട്ടുള്ള സമ്പാദ്യമൊന്നും എനിക്ക് വേണ്ട, മക്കളെ നല്ല രീതിയിലൊന്നും പഠിപ്പിക്കേണ്ട ആവശ്യമില്ല, സന്തോഷത്തോടെ ജീവിക്കേണ്ട ആവശ്യമില്ല, അതുപോലെ തന്നെ നല്ല വീടിൻ്റെ ആവശ്യമില്ല എന്ന് ചിന്തിക്കുന്ന എത്ര പേരുണ്ട്? ആരും തന്നെയില്ല. നമ്മുടെ കുടുംബജീവിതം മറ്റുള്ളവരുടെ ഇടയിൽ മാന്യമായിട്ടുള്ളൊരു കുടുംബജീവിതം നയിക്കണമെന്ന് എല്ലാവരും ചിന്തിക്കും. അതുപോലെ തന്നെ ആവശ്യത്തിന് ധനം, അനാവശ്യമായിട്ടും ധനം ആഗ്രഹിക്കുന്നവർ ചിലപ്പോൾ ഉണ്ടായിരിക്കും. അധികമായിട്ടുള്ള ധനം എനിക്ക് കിട്ടിയിരുന്നെങ്കിൽ എന്ന് ചിന്തിക്കുന്നവരും പലപ്പോഴും നമ്മൾ ചിന്തിക്കുന്ന കാര്യമാണ്. അതുപോലെ തന്നെ നമുക്ക് വലിയ വീട്, വാഹനങ്ങൾ, ഇതൊക്കെ നമ്മൾ ചിന്തിക്കും. പക്ഷേ ഒരു ക്രിസ്ത്യാനിയായ നാം ചിന്തിക്കേണ്ട കാര്യം, നമ്മുടെ ആവശ്യങ്ങൾ നിറവേറണം എന്നതിലുപരി ദൈവത്തിൻ്റെ അനുഗ്രഹം എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിരിക്കണം. ദൈവത്തിൻ്റെ അനുഗ്രഹം നമുക്ക് സമ്പാദ്യമായിട്ടും, ദൈവത്തിൻ്റെ അനുഗ്രഹം സന്തോഷമായിട്ടും, ദൈവത്തിൻ്റെ അനുഗ്രഹം സമാധാനമായിട്ട്, ദൈവത്തിൻ്റെ അനുഗ്രഹം കുടുംബത്തിലെ ഐക്യതയായിട്ട്, മക്കളുടെ നല്ല സ്വഭാവവും നല്ല ഭാവിയും, അതുപോലെ തന്നെ നമുക്ക് വാഹനമായിട്ടും നമുക്ക് വീടായിട്ടും ദൈവത്തിൻ്റെ അനുഗ്രഹം എനിക്ക് ലഭിക്കണം എന്ന ചിന്തയോടുകൂടി എത്ര ക്രിസ്ത്യാനികൾ അല്ലെങ്കിൽ എത്ര വ്യക്തികൾ ഉണ്ട്. അപ്രകാരമായിരിക്കണം യേശുക്രിസ്തുവിനെ സ്വീകരിക്കുന്ന ഓരോ വ്യക്തികളും. അതുപോലെ തന്നെ എന്നെ ഈ ചാനലിലൂടെ, ഹോപ്പ് ചാനലിലൂടെ ശ്രവിക്കുന്ന എല്ലാവരും കർത്താവായ യേശുക്രിസ്തുവിൽ വിശ്വസിക്കുകയും യേശുക്രിസ്തുവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിക്കുകയും യേശുക്രിസ്തുവിൻ്റെ അനുഗ്രഹം എൻ്റെ കുടുംബത്തിൽ വേണമെന്ന് ചിന്തിക്കുകയും ചെയ്യുന്നവർ, നിങ്ങൾക്ക് തീർച്ചയായിട്ടും ആ അനുഗ്രഹം ഉണ്ടായിരിക്കും. ആമേൻ. ഇവിടെ അപ്രകാരം അനുഗ്രഹം പിടിച്ചു പറ്റിയ ഒരു കുടുംബത്തെക്കുറിച്ച് നമുക്ക് കാണുവാൻ സാധിക്കും. ആ അനുഗ്രഹം പിടിച്ചു പറ്റുക അല്ലെങ്കിൽ അനുഗ്രഹം പിടിച്ച് വാങ്ങുന്ന ഒരു വ്യക്തിയെ നമ്മൾ ബൈബിൾ നോക്കുകയാണെങ്കിൽ നമുക്ക് ആദ്യം ഓടിയെത്തുന്ന പേര് ആരാണ്? യാക്കോബ് തന്നെയാണ്. അനുഗ്രഹം തൻ്റെ ജ്യേഷ്ഠൻ്റെ ജ്യേഷ്ഠാവകാശം പിടിച്ചു വാങ്ങി, തൻ്റെ ജ്യേഷ്ഠൻ്റെ അനുഗ്രഹങ്ങളെല്ലാം പിടിച്ചു വാങ്ങി. ഇതെല്ലാം നിനക്കുള്ളതാണ് യാക്കോബേ എന്ന് കർത്താവായ ദൈവം അരുളി ചെയ്തിട്ടും യാക്കോബിന് അത് ക്ഷമിക്കുവാനുള്ള ഒരു മനസ്സില്ലാതെ അതെല്ലാം പിടിച്ചു വാങ്ങുന്ന ഒരു അവസ്ഥ നമുക്ക് കാണുവാൻ സാധിക്കും. എന്നിരുന്നാലും യാക്കോബിൻ്റെ തെറ്റുകളെല്ലാം മനസ്സിലാക്കി ദൈവത്തിൻ്റെ വചനപ്രകാരം ജീവിച്ചപ്പോൾ ദൈവത്തിൻ്റെ അനുഗ്രഹം യാക്കോബിൻ്റെ ജീവിതത്തിൽ വന്നതായിട്ട് കാണുവാൻ സാധിക്കും. യാക്കോബിനെ ദൈവം അനുഗ്രഹിക്കുന്ന വാഗ്ദാനങ്ങളിൽ പ്രധാന വാഗ്ദാനം നമുക്ക് ബൈബിളിൽ നിന്ന് കാണുവാൻ സാധിക്കുന്നത് ഉൽപ്പത്തിയുടെ പുസ്തകം 35-ാം അധ്യായത്തിലാണ്. 35-ാം അധ്യായത്തിൽ അതിനു മുൻപ് നോക്കുമ്പോഴും യാക്കോബിന് ദൈവം അനുഗ്രഹങ്ങൾ നൽകി. എന്നിരുന്നാലും ദൈവം വീണ്ടും യാക്കോബിന് അനുഗ്രഹങ്ങൾ നൽകണമെന്നും ആഗ്രഹിച്ച് യാക്കോബിനോട് പറയുകയാണ്, യാക്കോബിനോട് സംസാരിക്കുകയാണ്. നാം ചിന്തിക്കേണ്ട ആവശ്യം, ദൈവം നമുക്ക് എപ്പോഴും ഓരോ കുടുംബക്കാർ, ഇന്ന് എന്നെ കേൾക്കുന്ന ഓരോ കുടുംബസ്ഥന്മാരും ഓരോ കുടുംബിനികളും അതുപോലെ തന്നെ എന്നെ കേൾക്കുന്ന സഹോദരങ്ങൾ, മക്കൾ എല്ലാം ചിന്തിക്കേണ്ട ആവശ്യമുണ്ട്. ഓരോ ദിവസവും ദൈവം നമ്മുടെ ജീവിതത്തിൽ അനുഗ്രഹം തരുവാൻ വേണ്ടി കാത്തുകൊണ്ടിരിക്കുകയാണ്.
ഒരിക്കൽ അനുഗ്രഹം നൽകി അത് തന്നെ അവസാനം വരെ നിലനിൽക്കുമെന്ന് ഒരിക്കലും ചിന്തിക്കരുത്. ഓരോ ദിവസവും ദൈവത്തിൻ്റെ അനുഗ്രഹം എത്തിക്കൊണ്ടിരിക്കുകയാണ്. എന്നാൽ നാം ദൈവം എന്തു പറയുന്നോ അപ്രകാരം നാം ജീവിക്കുന്നെങ്കിൽ മാത്രമേ ദൈവത്തിൻ്റെ അനുഗ്രഹം നമുക്ക് ലഭിക്കത്തുള്ളൂ. ഇവിടെ യഹോവ യാക്കോബിനോട് പറയുകയാണ്. ഉൽപ്പത്തിയുടെ പുസ്തകം 35-ാം അധ്യായം നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ ബൈബിൾ അത് വായിക്കുക. സമയപരിമിതി കാരണമാണ് ഞാൻ അത് മുഴുവനും വായിക്കാത്തത്. എന്നാൽ നിങ്ങൾ അത് ശോധന ചെയ്യണം. എന്നാലേ ഞാൻ പറയുന്ന ദൈവം എന്നിലൂടെ പറയുന്ന കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ പകർത്തുവാൻ കഴിയത്തുള്ളൂ. അതിന് 35-ാം അധ്യായത്തിൽ ആദ്യത്തെ ഭാഗം തന്നെ പറയുന്നത് ഇപ്രകാരമാണ്. യഹോവ യാക്കോബിനോട് പറയുന്നു, നിന്നെ ഞാൻ അനുഗ്രഹിച്ച ഒരു സ്ഥലമുണ്ട്. ബഥേലിൽ വെച്ച് നീ ഞാനുമായിട്ട് മൽപ്പിടിച്ച ഒരു സ്ഥലമുണ്ട്. ആ സ്ഥലത്തിൽ നീ പോയി എനിക്ക് ഒരു യാഗപീഠം അർപ്പിക്കുക എന്ന് പറയുകയാണ്. ആദ്യം അനുഗ്രഹത്തിൻ്റെ ആദ്യപടി, നമ്മുടെ ജീവിതത്തിൽ അനുഗ്രഹത്തിൻ്റെ ആദ്യപടി എന്ന് പറയുന്നത് യാഗപീഠം നമ്മൾ പണിയണം. യാഗപീഠം പണിഞ്ഞ് യാഗം അർപ്പിക്കണം. അത് തന്നെയാണ് ആദ്യത്തെ പടി. നാം നമ്മുടെ ഭവനത്തിൽ നാം യാഗപീഠം പണിയുന്നുണ്ടോ? എന്താണ് യാഗപീഠം? അവിടെ യാഗപീഠത്തിന്മേൽ സ്തോത്രയാഗങ്ങൾ, യഹോമയാഗങ്ങൾ, അതുപോലെ തന്നെ സർവാംഗ ഹോമയാഗം, ഈ യാഗങ്ങളെല്ലാം അർപ്പിക്കും. പ്രാർത്ഥന, നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ പ്രാർത്ഥനയെക്കുറിച്ച് പഠിച്ചു. എന്നിരുന്നാലും പ്രാർത്ഥന എപ്രകാരമായിരിക്കണം, എപ്പോഴൊക്കെ ആയിരിക്കണം, പ്രാർത്ഥനയുടെ മനോഭാവം എന്തായിരിക്കണം എന്നതിനെക്കുറിച്ച് നാം ഇപ്പോൾ ചിന്തിക്കുക. യാഗപീഠം അർപ്പിക്കുമ്പോൾ അവിടെ പറയുന്നത് നീ പോയി യാഗപീഠം അർപ്പിക്കുക. അവിടെ നന്ദിയാകുന്ന യാഗപീഠം. പലപ്പോഴും നമ്മുടെ കുടുംബത്തിൽ, ഒരു ക്രിസ്തീയ കുടുംബത്തിൽ എന്തെങ്കിലും പ്രശ്നങ്ങളും പ്രയാസങ്ങളും വരുമ്പോൾ, എന്തെങ്കിലും ആവശ്യം വരുമ്പോൾ എന്ത് ചെയ്യും? ഉപവാസം എടുത്ത് പ്രാർത്ഥിക്കും. നല്ലത് തന്നെയാണ്. ആ ഉപവാസം എടുത്ത് പ്രാർത്ഥിച്ചതിന് ശേഷം ദൈവത്തിൻ്റെ അനുഗ്രഹം ലഭിച്ചിട്ട് നന്ദിയായിട്ടുള്ള ഉപവാസ പ്രാർത്ഥന എത്ര പേർ ജീവിതത്തിലുണ്ട്? എത്ര കുടുംബങ്ങളിലുണ്ട്? മാസത്തിൽ ആദ്യത്തെ ദിവസം അല്ലെങ്കിൽ മാസത്തിൻ്റെ ആദ്യത്തെ ആഴ്ചയിൽ ആ മാസം മുഴുവനും ദൈവം എന്നെ അനുഗ്രഹിക്കണമേ എന്ന് പറഞ്ഞ് ചിലപ്പോൾ കുടുംബാംഗങ്ങൾ ഇരുന്ന് ഉപവാസ പ്രാർത്ഥന എടുക്കുന്നുണ്ട്. നല്ലത് തന്നെയാണ്. ആ മാസത്തിൻ്റെ അവസാനവും ദൈവം എന്നെ ഈ ഒരു മാസം അനുഗ്രഹിച്ചു. ബുദ്ധിമുട്ടുകൾ വന്നിരുന്നാലും പ്രയാസങ്ങൾ വന്നിരുന്നാലും ദൈവം എന്നെ അനുഗ്രഹിച്ചു. ആ അനുഗ്രഹത്തിൻ്റെ നന്ദിയായിട്ട് ഞാൻ മാസത്തിൻ്റെ അവസാനം ഉപവാസ പ്രാർത്ഥന എടുക്കുന്നു എന്നുള്ള എത്ര കുടുംബങ്ങളുണ്ട്? ഇല്ല എങ്കിൽ ഇന്നു മുതൽ നിങ്ങൾ ആരംഭിക്കുക. ഇവിടെ പറഞ്ഞു, നിനക്ക് ഞാൻ അനുഗ്രഹം നൽകി. അന്നവിടെ യഹോവയോട് യാക്കോബ് പ്രാർത്ഥിച്ചു. ആ അനുഗ്രഹം നൽകിയ ആ സ്ഥലത്ത് തന്നെ വീണ്ടും പോയി നന്ദിയായിട്ടുള്ള യാഗം അർപ്പിക്കേണ്ടതിന് യാഗപീഠം അവിടെ പണിയുക. നമ്മുടെ ഓരോ നിമിഷവും യാഗപീഠം പണിയുന്ന പ്രാർത്ഥനയോടുകൂടിയുള്ള ഒരു ജീവിതമായിരിക്കണം. കുടുംബസ്ഥന്മാർ ചിന്തിക്കണം, കുടുംബിനിമാർ ചിന്തിക്കേണ്ട ആവശ്യമുണ്ട്. ഇവിടെ എവിടെയാണ് പറയുന്നത്? ബഥേൽ എന്ന് പറയുമ്പോൾ യഹോവയുടെ വീട്. ഇന്ന് യഹോവയുടെ വീട് എന്ന് പറയുന്നത് എവിടെയാണ്? നമ്മൾ കാണുന്ന സത്യസഭയാണ്. സത്യസഭയിൽ ചെന്ന് നിങ്ങൾ പ്രാർത്ഥനയോടുകൂടെ ആയിരിക്കുക. അത് തന്നെയാണ് ദൈവം പറയുന്നത്. കുടുംബത്തോടുകൂടെ പോകുവാനാണ് പറയുന്നത് യാക്കോബിനോട്. കുടുംബത്തിലുള്ള എല്ലാവരും സത്യസഭയിലേക്ക് കടന്നു ചെല്ലുക എന്ന് പറയുന്നു. അത് തന്നെയാണ് 10 കൽപ്പനയിൽ 4ാമത്തെ കൽപ്പനയിൽ പറയുന്നു. എന്താണ്? ശബത്ത് നാളിനെ ശുദ്ധീകരിക്കാൻ ഓർക്കുക. 6 ദിവസം അധ്വാനിച്ചിന്റെ വേലയൊക്കെയും ചെയ്യും. 7ാം ദിവസം നീയും നിന്റെ ഭാര്യയും നിന്റെ പുത്രനും നിന്റെ പുത്രിയും പടിവാതിൽക്കുള്ള പരദേശിയും ഒരു വേലയും ചെയ്യരുത്. എല്ലാവരും ചെന്ന് ദൈവത്തിന്റെ ആലയത്തിൽ പോയി യാഗപീഠം പണിയുക. 7 ദിവസം ദൈവം എന്നെ 6 ദിവസവും ദൈവം എന്നെ കാത്തുരക്ഷിച്ചു. 7ാമത്തെ ദിവസം ദൈവത്തിൻ്റെ യഹോവയുടെ ദിവസമാണ്. അന്ന് ഞാൻ പോയി എൻ്റെ ആലയത്തിൽ, ഞാൻ ദൈവം എനിക്ക് നൽകിയിട്ടുള്ള ആലയത്തിൽ പോയി ഞാൻ എൻ്റെ യാഗപീഠം അർപ്പിക്കുകയും ബാക്കിയുള്ള 6 ദിവസം ദൈവം എനിക്ക് പൂർണ്ണമായിട്ട് അനുഗ്രഹം നൽകും എന്ന പ്രത്യാശയോട് കടന്നു വരിക. ആമേൻ. അതുതന്നെയാണ് ദൈവം ഇവിടെ പറയുന്നത്. അപ്രകാരമുള്ള ഒരു യാഗപീഠം അർപ്പിക്കുന്ന ജീവിതം നിങ്ങളുടെ ഇടയിലുണ്ടോ? എന്നാൽ അങ്ങനെ ഒരു പ്രാർത്ഥനയും അങ്ങനെ ഒരു ശബദാരാധനയും അങ്ങനെ ഒരു കൂട്ടായ്മയ്ക്ക് പോകുമ്പോൾ നമ്മളുടെ മനോഭാവം എപ്രകാരമായിരിക്കണമെന്ന് വളരെ വ്യക്തമായിട്ട് 35-ാം അധ്യായം, ഉൽപ്പത്തിയുടെ പുസ്തകം 35-ാം അധ്യായം 2ാമത്തെ വാക്യത്തിൽ പറയുന്നു. യാക്കോബ് പറയുകയാണ്. ദൈവം പറഞ്ഞു, യാക്കോബിന് എത്ര ഭാര്യമാരുണ്ടെന്ന് നമുക്കറിയാം. 2 ഭാര്യമാരുണ്ട്. ഭാര്യമാരോടും തൻ്റെ മക്കളോടും അതുപോലെ തന്നെ തനിക്കുള്ള എല്ലാവരോടും, തൻ്റെ സർവൻ്റ് അല്ലെങ്കിൽ തൻ്റെ വേലക്കാരോടും എല്ലാവരോടും പറയുകയാണ്,
ദൈവം എന്നോട് പറഞ്ഞിട്ടുണ്ട്. ഒരു ദൈവം എന്നെ അനുഗ്രഹിച്ച ഒരു സ്ഥലമുണ്ട്. അത് ബഥേലാണ്, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ. അവിടെ ചെന്ന് ഒരു യാഗപീഠം പണിയുവാനും യാഗമർപ്പിക്കുവാനും പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് നാം ഒരു കാര്യങ്ങൾ ചെയ്യണം, നാം ഓരോ കാര്യങ്ങൾ ചെയ്യണം. എന്താണ് കാര്യം? യാക്കോബ് പറയുകയാണ്, നിങ്ങളുടെ ഇടയിലുള്ള അന്യദേവന്മാരെ നീക്കിക്കളഞ്ഞ് നിങ്ങളെ തന്നെ ശുദ്ധീകരിച്ച് വസ്ത്രം മാറുമെന്ന് പറയുന്നു. അമ്മേൻ. വളരെ വ്യക്തമായിട്ട് ഉൽപ്പത്തിയുടെ പുസ്തകം 35-ാം അധ്യായം 2-ാമത്തെ വാക്യത്തിൽ പറയുകയാണ്, നിങ്ങളെ ശുദ്ധീകരിക്കുക, അന്യദേവന്മാരെ നീക്കിക്കളയുക, വസ്ത്രം മാറുക എന്ന് പറയുകയാണ്. ഇന്ന് ഓരോ കുടുംബത്തിൽ ദൈവത്തിൻ്റെ അനുഗ്രഹം ലഭിക്കുവാൻ ആദ്യം ചെയ്യേണ്ടത് ഏതിലും പ്രാർത്ഥനയോടെ ചെയ്യുക, ശബദം അനുസരിക്കുക. രണ്ടാമത് ചെയ്യേണ്ടത് അപ്രകാരം അനുസരിക്കുവാൻ പോകുമ്പോൾ ഒരുക്കത്തോടുകൂടെ പോകുക. നമ്മൾ എല്ലാ കാര്യത്തിനും ഒരുക്കത്തോടുകൂടെ ചെയ്യാറുണ്ട്. പ്രാർത്ഥന ഒരുക്കത്തോടുകൂടെ ചെയ്യുന്നുണ്ടോ? ആരാധനകൾ ഒരുക്കത്തോടുകൂടെ ചെയ്യുന്നുണ്ടോ? ഏതൊരുക്കമാണ് അവിടെ ഉദ്ദേശിക്കുന്നത്? യഹോവ യാക്കോബിലൂടെ പറഞ്ഞ കാര്യമാണ് 3 കാര്യങ്ങൾ. ആ 3 കാര്യങ്ങളും നമ്മുടെ കുടുംബത്തിലുണ്ട്. അന്ന് യാക്കോബ് ആ 3 കാര്യങ്ങൾ അവരുടെ കുടുംബത്തിൽ കൊടുത്തത് കൊണ്ട് വലിയ അനുഗ്രഹം നൽകി. അത് നമ്മൾ താഴോട്ട് വായിക്കാം. ആ അനുഗ്രഹം നമ്മുടെ ജീവിതത്തിൽ വരണമെങ്കിൽ ഈ 3 കാര്യങ്ങളും ചെയ്യണം. ആദ്യം പറയുന്നു, ഇടയിലുള്ള അന്യദേവന്മാരെ നീക്കിക്കളയണം. രണ്ടാമത്, നമ്മളെ തന്നെ ശുദ്ധീകരിക്കണം. മൂന്നാമത്, നമ്മളുടെ വസ്ത്രം മാറണം. എന്താണ് അന്യദേവന്മാരെ നീക്കിക്കളയുന്നത്? പലപ്പോഴും നിങ്ങൾ ചിന്തിക്കും, എൻ്റെ കുടുംബത്തിൽ അന്യദേവന്മാരൊന്നുമില്ല, ഞാൻ ജനിച്ച അന്നു മുതലേ ഞാൻ ദൈവത്തെയാണ് ആരാധിച്ചു പോകുന്നത്, വേറെ ദേവന്മാരെ ആരാധിക്കുന്നില്ല. ഞാൻ ശബദത്തോറും ഞാൻ പള്ളിയിൽ ചെല്ലുന്നുണ്ട്, അതുപോലെ തന്നെ പ്രാർത്ഥനയുണ്ട്. എൻ്റെ ജീവിതത്തിൽ ഒരു വിഗ്രഹങ്ങളുമില്ല. എൻ്റെ ജീവിതത്തിൽ ഞാൻ ഒരു പ്രാവശ്യം പോലും അന്യദേവ വിഗ്രഹങ്ങളെ ആരാധിക്കുവാൻ പോയിട്ടില്ല, അവരുടെ ആരാധന സ്ഥലങ്ങളിൽ പോയിട്ടില്ല. ഞാൻ ദൈവത്തെയാണ് പ്രാർത്ഥിച്ച് ജീവിക്കുന്നത്. അതുകൊണ്ട് അന്യദേവന്മാർ ഒന്നും എൻ്റെ ജീവിതത്തിൽ ഇല്ല എന്ന് ചിന്തിക്കുകയും എൻ്റെ ജീവിതത്തിൽ അത് മാറ്റേണ്ട ആവശ്യമില്ല എന്ന് പറയുകയും ചെയ്യുമ്പോൾ ഇവിടെ അന്യദേവനെ മാറ്റുക എന്ന് പറയുന്നത് എന്താണ് ഉദ്ദേശിക്കുന്നത്? നമുക്ക് വളരെ വ്യക്തമായിട്ട് അറിയാം. മുന്നോട്ട് നാം വായിക്കുമ്പോൾ, മുന്നോട്ടുള്ള അധ്യായങ്ങളിൽ നാം വായിക്കുമ്പോൾ, 31-ാം അധ്യായങ്ങൾ, അതിൻ്റെ താഴോട്ടുള്ള അധ്യായങ്ങളെല്ലാം നാം വായിക്കുമ്പോൾ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്, യാക്കോബിൻ്റെ ഭാര്യ ലേയ എന്ത് ചെയ്യുന്നു? അവിടെ തൻ്റെ സ്വന്തം പിതാവിൻ്റെ ലാബാന്റെ വിഗ്രഹങ്ങളെ, ദേവന്മാരുടെ വിഗ്രഹങ്ങളെ മോഷ്ടിച്ചു കൊണ്ടുവരുന്നതായിട്ട് കാണുവാൻ സാധിക്കും. അവിടെ ഒരു അന്യദേവ ആരാധന അവിടെ നമുക്ക് കാണുവാൻ സാധിക്കും. എന്നാൽ മോഷ്ടിച്ചുകൊണ്ട് വന്നിട്ട് യാക്കോബിന്റെ ഭാര്യയെ കൊണ്ടുവന്ന് ആരാധിക്കുകയോ അല്ലെങ്കിൽ അതിനെ പൂജിക്കുകയോ ഒന്നും ചെയ്തില്ല. പക്ഷെ അവരുടെ ഇടയിൽ ആ അന്യദേവന്മാരുണ്ടായിരുന്നു. എന്തുകൊണ്ടാണ് അപ്രകാരം ലേയ ചെയ്തതെന്നും ചോദിച്ചു കഴിഞ്ഞാൽ, അന്നത്തെ അവരുടെ ആചാരം എന്ന് പറയുന്നത്, വിശ്വാസം എന്ന് പറയുന്നത്, ആരുടെ ഇടയിൽ ഈ ദേവന്മാരുടെ വിഗ്രഹമുണ്ടോ അവർക്ക് പിതാവിൻ്റെ വസ്തുവകകൾ ലഭിക്കുമെന്നാണ്. ലോകമോക സുഖം എന്ന് പറയുന്നത് അന്യദേവ ആരാധന തന്നെയാണ്. നാം വിഗ്രഹത്തെ ആരാധിക്കണമെന്നില്ല, നാം വിഗ്രഹങ്ങളെ പൂജിക്കണമെന്നില്ല. ലോകമോക സുഖങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ട് എങ്കിൽ അത് അന്യദേവ ആരാധന തന്നെയാണ്. ലോകത്തിൻ പ്രകാരം ജീവിക്കുക, ലോകത്തിൻ പ്രകാരം വസ്ത്രം അണിയുക, ലോകത്തിൻ പ്രകാരം നമ്മളെ മറ്റുള്ളവരുടെ മുൻപിൽ നമ്മുടെ സൗന്ദര്യത്തെ നമ്മൾ ഉയർത്തി കാണിക്കുക, നമ്മുടെ സമ്പത്തിനെ നമ്മൾ ഉയർത്തി കാണിക്കുക, ലോകത്തിൻ്റെ പ്രകാരം നമ്മുടെ മക്കളെ വളർത്തുക, ലോകത്തിൻ്റെ പ്രകാരം ഭാര്യ ഭർത്താക്കന്മാർ ജീവിക്കുക. അവരുടെ ചിന്തയും പ്രവൃത്തിയുമെല്ലാം ലോകമോക സുഖത്തിലേക്ക് പോകുകയാണെങ്കിൽ അവിടെ ഒരു അന്യദേവ ആരാധന വരികയാണ്. അതിനെ നീക്കിക്കളയുവാൻ വേണ്ടിയാണ് യാക്കോബ് പറയുന്നത്. ഇന്നും യാക്കോബിന്റെ വചനത്തിലൂടെ ദൈവം നമ്മളടുത്ത് പറയുകയാണ്, നിങ്ങൾക്ക് അനുഗ്രഹം വേണമെങ്കിൽ നിങ്ങൾ പ്രാർത്ഥനയോടുകൂടെ നിങ്ങൾ തുടങ്ങുക, പ്രാർത്ഥനയോടെ അവസാനിക്കുക. ആ പ്രാർത്ഥനയിലൂടെ അനുഗ്രഹം നമുക്ക് ലഭിക്കണമെങ്കിൽ ലോകമോക സുഖങ്ങൾ മാറി ജീവിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ദൈവത്തിന്റെ അനുഗ്രഹം നിങ്ങളുടെ ഇടയിൽ ഉണ്ടായിരിക്കും. ആമേൻ. അന്യദേവനെ മാറ്റുക എന്ന് പറയുന്നത് ലോകമോക സുഖത്തെ നിങ്ങളുടെ ഇടയിൽ നിന്നും മാറ്റുവാൻ ദൈവം നിങ്ങളോട് ചോദിക്കുകയാണ്. എന്നെ കേൾക്കുന്ന
ദൈവത്തിൻ്റെ ജനമേ, നിങ്ങൾ ലോകമോക സുഖങ്ങളെല്ലാം മാറ്റിവെച്ച് കഷ്ടതയും അനുഭവിച്ച് നിങ്ങൾ നിൽക്കണമെന്നല്ല പറയുന്നത്. മറ്റുള്ളവരെക്കാളും ലോകത്തുള്ളവരെക്കാളും നിങ്ങൾക്ക് ഞാൻ അനുഗ്രഹം തരുവാൻ പോകുന്നു, നിങ്ങൾക്ക് സന്തോഷം നൽകുവാൻ പോകുന്നു. ലോകത്തിൽ നിങ്ങൾ എന്ത് നേടിയാലും സംതൃപ്തി, മനസ്സിൻ്റെ സംതൃപ്തി നേടില്ല. ആ സംതൃപ്തി നിങ്ങൾക്ക് നൽകുവാൻ പോകുകയാണ്. ആ അനുഗ്രഹം നിങ്ങൾക്ക് നൽകുവാൻ പോകുകയാണ്. ആ അനുഗ്രഹത്തിന് വേണ്ടി നിങ്ങളുടെ ഇടയിലുള്ള ലോകമോക സുഖത്തെ മാറ്റിവെക്കുക എന്ന് കർത്താവായ യേശു ക്രിസ്തു ദിനം പ്രതി നിങ്ങളുടെ വാതിൽക്ക് വന്ന് മുട്ടുമ്പോൾ, ലോകമോക സുഖങ്ങൾ മാറ്റുന്ന പ്രാർത്ഥനയോടുകൂടിയുള്ള ജീവിതത്തിൽ ആ വാതിൽ നിങ്ങൾ യേശു ക്രിസ്തുവിന് വേണ്ടി തുറന്നു കൊടുക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ജീവിതത്തിൽ യാക്കോബിന് പിന്നിലുള്ള അനുഗ്രഹം വന്നതുപോലെ നിങ്ങളുടെ ജീവിതത്തിലും വരും. ആമേൻ. ആദ്യത്തെ നിങ്ങൾ ചിന്തിക്കേണ്ടത് ലോകമോക സുഖങ്ങൾ മാറ്റുവാൻ പറഞ്ഞു. രണ്ടാമത് തന്നെത്താൻ ശുദ്ധീകരിക്കുവാൻ പറഞ്ഞു. വ്യക്തിപരമായിട്ടുള്ള പ്രാർത്ഥന ശുദ്ധീകരിക്കണം. ആ നീക്കിയ അവരുടെ മനസ്സിലുള്ള ആ ചിന്തകളെല്ലാം നീക്കി പിന്നെ ശുദ്ധീകരിക്കണം. എന്താണ് ശുദ്ധീകരിച്ചത്? അവർ ലോകമോക സുഖങ്ങൾ കൊണ്ട് നേടിയതെല്ലാം അവരിൽ നിന്നും അഴിച്ചു മാറ്റി. ഇന്ന് എത്ര കുടുംബം അങ്ങനെ ഒരുങ്ങുന്നുണ്ട്? ചിലപ്പോൾ ഈ പ്രസംഗിക്കുന്ന എനിക്ക് തന്നെ അങ്ങനെ ഒരു ഒരുക്കം ചിലപ്പോൾ വന്നിട്ടില്ലായിരിക്കാം, ചിലപ്പോൾ നമുക്ക് ചിന്തിച്ചിട്ടില്ലായിരിക്കാം. പക്ഷേ അപ്രകാരം നാം ചിന്തിക്കണം എന്നാണ് ഇവിടെ ദൈവത്തിൻ്റെ വചനം പറയുന്നത്. അപ്രകാരമുള്ള ഒരു ചിന്ത നമുക്ക് ഉണ്ടായിരിക്കണം. അന്യദേവന്മാരെ മാറ്റുകയും അത് ശുദ്ധീകരിക്കണം. ലോകമോക സുഖങ്ങൾ കൂടി നമ്മൾ എന്ത് സമ്പാദിച്ചോ അതെല്ലാം നാം പ്രാർത്ഥനയോടുകൂടെ നീക്കി നമ്മളെ തന്നെ ശുദ്ധീകരിച്ച് നമ്മുടെ ഭവനത്തെ ശുദ്ധീകരിക്കുക. ലോകമോക സുഖങ്ങൾ കൊണ്ട് നമ്മൾ എന്തെങ്കിലും വാങ്ങിയിട്ടുണ്ടെങ്കിൽ, നമ്മുടെ കുടുംബത്തിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിനെ നിങ്ങൾ ശുദ്ധീകരിക്കുക, അതിനെ നിങ്ങൾ അവിടെ നിന്നും മാറ്റുക എന്ന് പറയുന്നു. എന്തെങ്കിലും ധനം സമ്പാദിച്ചിട്ട് പോയിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾ ക്ഷമയോടുകൂടെ, സക്കായി എന്ത് ചെയ്തു? അതിൽ ഡബിൾ അല്ലെങ്കിൽ അതിൻ്റെ മടങ്ങ് അവർ കൊടുത്തതായിട്ട് കാണുവാൻ സാധിക്കും. അതുപോലെ തിരിച്ചു കൊടുക്കുവാൻ നിങ്ങൾക്ക് ആ ചിന്ത ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ദൈവത്തിൻ്റെ അനുഗ്രഹം നിങ്ങൾക്ക് വരും. ആ ചിന്തയാണ് ഇന്ന് ദൈവം നിങ്ങളടുത്ത് ചോദിക്കുന്നത്. ദൈവം ഒരു പാപം ക്ഷമിക്കുവാൻ പോകുമ്പോൾ, ഓക്കെ, പാപം ക്ഷമിക്കുവാൻ പോകുന്നു, എന്നാൽ നിങ്ങൾ പാപം കൊണ്ട് നേടിയതൊക്കെ നിങ്ങളുടെ ചുറ്റും ഉണ്ടെങ്കിൽ അതൊരു പാപക്ഷമ അവിടെ വരുന്നില്ല. നിങ്ങൾ എന്തൊക്കെ പാപത്തിൻ്റെ ചിന്തയുണ്ട് അല്ലെങ്കിൽ എന്തൊക്കെ ലോകമോക സുഖത്തോടുകൂടെ നേടിയോ അത് നിങ്ങളുടെ മനസ്സിൽ നിന്ന് ഉപേക്ഷിക്കുക, നിങ്ങളുടെ ജീവിതത്തിന് ഉപേക്ഷിക്കുക. എന്നിട്ട് ദൈവത്തിൻ്റെ വചനം കൊണ്ട് നിങ്ങളെ ശുദ്ധീകരിക്കുക എന്ന് തന്നെയാണ് ഇവിടെ പറയുന്നത്. ആമേൻ. ഇന്ന് നമ്മുടെ ജീവിതത്തിൽ ലോകമോക സുഖങ്ങളെല്ലാം മാറ്റിവെച്ച് എൻ്റെ കഴിഞ്ഞകാല ജീവിതത്തിൽ ലോകമോക സുഖങ്ങൾ കൊണ്ട് ഞാൻ നേടിയെടുത്തതെല്ലാം ഞാൻ ഇവിടെ നിന്ന് ഉപേക്ഷിക്കുവാൻ പോകുന്നു എന്ന ചിന്തയോടെ ഉള്ളപ്പോൾ നിങ്ങൾ അന്യദേവന്മാരെ നീക്കുകയും നിങ്ങളുടെ ഇടയിൽ നിങ്ങളെ തന്നെ ശുദ്ധീകരിക്കുകയും ചെയ്യുന്നു. ആമേൻ. എന്നെ കേൾക്കുന്ന ദൈവത്തിൻ്റെ ജനമേ, അനുഗ്രഹം നിങ്ങളുടെ ഭവനത്തിൽ വന്ന് വാതിൽക്കൽ മുട്ടുകയാണ്. നിങ്ങളുടെ ഇടയിലുള്ള ലോകമോക സുഖമാകുന്ന അന്യദേവന്മാരെ നീക്കിക്കളയുക, നിങ്ങളെ തന്നെ ശുദ്ധീകരിക്കുക. പിന്നെ ഒരു കാര്യം പറയുന്നു, വസ്ത്രം മാറുവാൻ പറയുന്നു. ശുദ്ധീകരിച്ചാൽ മാത്രം പോരാ, ശുദ്ധീകരിക്കുമ്പോൾ അഴുക്കാകുന്ന വസ്ത്രങ്ങളെല്ലാം നിങ്ങൾ എന്ത് ചെയ്യുന്നു? നിങ്ങളിൽ നിന്ന് മാറുന്നു. നിങ്ങൾ നഗ്നരെ പോലെയാകുന്നു. അവിടെ നിങ്ങളുടെ വസ്ത്രം കർത്താവായ യേശു ക്രിസ്തുവാകുന്ന വസ്ത്രം നിങ്ങൾ അണിയേണ്ട ആവശ്യമുണ്ട്. ആ നീതിയാകുന്ന വസ്ത്രം നിങ്ങൾ അണിയേണ്ട ആവശ്യമുണ്ട്. ആ വസ്ത്രം അണിഞ്ഞുകൊണ്ട് നിങ്ങൾ പുറലോകം നിങ്ങളെ കാണുമ്പോൾ ഇത് കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ പുത്രനാണ്, കർത്താവായ യേശു ക്രിസ്തു നയിക്കുന്ന കുടുംബമാണ് എന്ന് കേൾക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ചിന്തിക്കുക, ദൈവത്തിൻ്റെ അനുഗ്രഹം പ്രാപിക്കുന്ന കുടുംബമാണ് എൻ്റെ ജീവിതത്തിൽ ഉണ്ടെന്ന് നിങ്ങൾ ചിന്തിക്കേണ്ട ആവശ്യമുണ്ട്. അല്ലാതെ നിങ്ങളുടെ വിദ്യാഭ്യാസത്തിലോ നിങ്ങൾക്ക് ലഭിക്കുന്ന ധനത്തിലോ നിങ്ങൾക്ക് ഉള്ള വസ്തുവകകളിലോ നിങ്ങളുടെ സൗന്ദര്യത്തിലോ നിങ്ങളുടെ ഉദ്യോഗത്തിലോ ഇവൻ ഇന്ന ആള് ആണ് എന്ന് പറയുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ഇടയിൽ അന്യദേവന്മാരുണ്ട്, നിങ്ങൾക്ക് അശുദ്ധിയാകുന്ന വസ്ത്രമുണ്ട്. എന്നാൽ നമ്മൾ പുറത്തോട്ടിറങ്ങുമ്പോൾ നമ്മുടെ വിദ്യാഭ്യാസത്തെയോ നമ്മുടെ കഴിവിനെയോ അല്ലെങ്കിൽ നമ്മുടെ ധനത്തിനെയോ നമ്മുടെ മൃഗസമ്പത്തിനെയോ നമ്മുടെ വസ്തുവകളിലെയോ ഒന്നും അല്ലാതെ യവൻ ദൈവത്തിൻ്റെ പുത്രനാണ്, കർത്താവായ യേശു ക്രിസ്തുവിനെ പ്രാർത്ഥിച്ച് ജീവിക്കുന്ന ഒരു എബ്രായനാണ്, ഒരു ക്രിസ്ത്യാനിയാണ് എന്ന് മറ്റുള്ളവർ പറയുന്നെങ്കിൽ തീർച്ചയായിട്ടും അന്യദേവന്മാരെ മാറ്റി നിങ്ങളുടെ ഇടയിലുള്ള അശുദ്ധിയെല്ലാം നീക്കിക്കളഞ്ഞ് നിങ്ങളെ ശുദ്ധീകരിച്ച് കർത്താവായ യേശു ക്രിസ്തു എന്ന വസ്ത്രമണിഞ്ഞ് നിങ്ങൾ ദൈവത്തിൻ്റെ അനുഗ്രഹത്തിന് വേണ്ടി കാത്തിരിക്കുന്ന ജനമാണ്. ആമേൻ.
അപ്രകാരമുള്ള ഒരു ജീവിതം നയിക്കുവാൻ ശ്രമിക്കുക. ദൈവം പറയുകയാണ്, നിങ്ങൾക്ക് ഞാൻ അനുഗ്രഹം വെച്ചിരിക്കുകയാണ്. ആ അനുഗ്രഹം എപ്രകാരം വരുന്നു? ആദ്യം നന്ദിയായിട്ടുള്ള യാഗം വേണം. എല്ലാത്തിലും പ്രാർത്ഥനയോടുകൂടെ തുടങ്ങണം. പ്രാർത്ഥനാപരമായിട്ടുള്ള അവസാനം ഉണ്ടായിരിക്കണം. രണ്ടാമത്, അങ്ങനെ പ്രാർത്ഥിക്കുവാൻ ഇരിക്കുമ്പോൾ ചിന്തിക്കേണ്ടത്, എൻ്റെ ഇടയിലുള്ള അന്യദേവന്മാരെ ഞാൻ നീക്കിക്കളയണം. ഞാൻ എന്നെ തന്നെ ഞാൻ ശുദ്ധീകരിക്കണം. വസ്ത്രം മാറണം, ക്രിസ്തുവാകുന്ന വസ്ത്രം അണിയണം. എന്നെ കാണുമ്പോൾ ക്രിസ്തുവിൻ്റെ വചനം എന്നിലൂടെ കാണണം. എൻ്റെ വാക്കിലൂടെ, എൻ്റെ നോട്ടത്തിലൂടെ, എൻ്റെ സംസാരത്തിലൂടെ, എൻ്റെ പ്രവൃത്തിയിലൂടെ കാണുകയാണെങ്കിൽ തീർച്ചയായിട്ടും ദൈവത്തിൻ്റെ അനുഗ്രഹം പ്രാപിക്കുന്ന കുടുംബമാണെന്ന് നമുക്ക് പൂർണ്ണമായിട്ടും പറയുവാൻ സാധിക്കും. അപ്രകാരം ജീവിച്ചപ്പോൾ അവിടെ ഒരു വാഗ്ദാനം നൽകുകയാണ്. നീ ഇനി മുതൽ യാക്കോബല്ല, നീ ഇനി മുതൽ ഇസ്രായേലാണെന്ന് നൽകുകയാണ്. നിന്റെ സന്തതി നിനക്ക് അനുഗ്രഹമായിട്ട് കാണും. നിന്റെ സന്തതി, നിന്റെ തലമുറയിൽ നിന്നും രാജാക്കന്മാരുണ്ടാകും, പ്രഭുക്കന്മാരുണ്ടാകും, നേതാക്കന്മാരുണ്ടാകുമെന്ന് പറയുന്നു. നിന്റെ സന്തതി കനാൻ ദേശം കാണുമെന്ന് പറയുന്നു. ആ വാഗ്ദാനമാണ് ദൈവം നമുക്ക് നൽകുന്നത്. ഈ ഭൂമിയിലുള്ള വസ്ത്രമോ, ഈ ഭൂമിയിലുള്ള ധനമോ, ഈ ഭൂമിയിലുള്ള മാനമോ അല്ല. നിന്റെ സന്തതി, ഇന്ന് കുടുംബത്തിൽ പറയുന്നത്, നിന്റെ തലമുറ മറ്റുള്ളവരുടെ ഇടയിൽ പ്രഭുക്കന്മാരായിരിക്കും. ദൈവത്തിൻ്റെ വചനപ്രകാരം പ്രഭുക്കന്മാരായിരിക്കും. അവിടെ കനാൻ ദേശം കാണുമെന്ന് പറഞ്ഞതുപോലെ നീയും നിന്റെ തലമുറയും വരുവാനുള്ള സ്വർഗീയ കനാൻ ദേശം നിങ്ങൾ കാണും എന്ന വലിയ വാഗ്ദാനം ദൈവം നമുക്ക് നൽകുമ്പോൾ, അതെല്ലാം മാറ്റിവെച്ച് ലോകമോഹ സുഖങ്ങളും നമ്മളെ തന്നെ ശുദ്ധീകരിക്കാതെ വസ്ത്രം മാറാതെ ജീവിക്കുകയാണെങ്കിൽ ലോകത്തിൻ്റെ അനുഗ്രഹം ലഭിക്കും. അവസാന കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ വാഗ്ദാനവും അനുഗ്രഹവും വരുവാൻ പോകുമ്പോൾ അതെല്ലാം വേറൊരു സ്ഥലത്തേക്ക് മാറ്റിക്കൊടുക്കുകയും വേറൊരു കുടുംബത്തേക്ക് മാറ്റിക്കൊടുക്കുകയും നമ്മളുടെ കുടുംബം ആ അന്ത്യ നാശത്തിലേക്കും അതുപോലെ തന്നെ അന്ധകാരത്തിലേക്ക് പോവുകയും ചെയ്യും. അല്ലാതെ ദൈവത്തിൻ്റെ വചനപ്രകാരം ജീവിച്ച് നമ്മളുടെ യാഗപീഠങ്ങളെല്ലാം നാം പണിഞ്ഞുകൊണ്ട് നാം നന്ദിയായിട്ടുള്ള യാഗം, നന്ദിയായിട്ടുള്ള പ്രാർത്ഥന, ഉപവാസ പ്രാർത്ഥന ചെയ്യുമ്പോൾ എല്ലാം ആരംഭവും അവസാനം ഉപവാസ പ്രാർത്ഥന ചെയ്ത് ആ ഉപവാസ പ്രാർത്ഥനയ്ക്ക് ഫലപ്രദമായി ദൈവത്തിൻ്റെ അനുഗ്രഹം ലഭിക്കണമെന്ന് ചിന്തയുള്ളവർ തങ്ങളുടെ ഇടയിലുള്ള ലോകമോഹ സുഖങ്ങളാണെന്ന് അന്യദേവന്മാരെല്ലാം മാറ്റി അതിൽ നിന്നും ലോകമോഹ സുഖത്തിൽ നിന്ന് ലഭിച്ചെല്ലാം നമ്മളിൽ നിന്നും നീക്കി ശുദ്ധീകരിച്ച് ക്രിസ്തുവാകുന്ന വസ്ത്രം അണിഞ്ഞുകൊണ്ട് നിൽക്കുകയാണെങ്കിൽ ഇനി മുതൽ നിങ്ങളുടെ പേര് വിളിക്കുന്നത് ഇസ്രായേലായിരിക്കും. നിങ്ങൾക്ക് നൽകുവാനുള്ള അനുഗ്രഹത്തിന്റെ പ്രഥമ അനുഗ്രഹം നിങ്ങളുടെ സ്വർഗീയ കനാൻ ദേശം തന്നെയായിരിക്കുമെന്ന് പറയുന്നു. ആമേൻ. എന്നെ കേൾക്കുന്ന ദൈവത്തിന്റെ ജനമേ, ആ സ്വർഗീയ കനാൻ ദേശമാകുന്ന അനുഗ്രഹം യാക്കോബിന് നൽകിയതുപോലെ ഇന്ന് നമുക്ക് നൽകുവാൻ ദൈവം കാത്തിരിക്കുകയാണ്. നിങ്ങൾ ഒരുങ്ങുന്നുണ്ടോ? പ്രാർത്ഥനാ ജീവിതം തുടങ്ങുന്നുണ്ടോ? നിങ്ങളുടെ ഏത് തീരുമാനത്തും പ്രാർത്ഥനയോടുകൂടെ തുടങ്ങുകയും പ്രാർത്ഥനയോടുകൂടെ അവസാനിക്കുന്നുണ്ടോ? അപ്രകാരം അവസ്ഥയായിരിക്കുകയാണെങ്കിൽ സ്വർഗീയ കനാൻ ദേശം നിങ്ങളുടെ ഇടയിലുണ്ട്. നിങ്ങളുടെ ഇടയിലുള്ള അന്യദേവന്മാരെ നീക്കിക്കളയുക. നിങ്ങളുടെ ഇടയിൽ നിങ്ങളെ തന്നെ ശുദ്ധീകരിക്കുക. നിങ്ങളുടെ ഇടയിൽ നിങ്ങളുടെ വസ്ത്രം മാറുക. അപ്രകാരം ജീവിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ദൈവത്തിൻ്റെ അനുഗ്രഹം ഉണ്ടായിരിക്കും. അതിനായി നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം, കണ്ണുകളെ അടയ്ക്കാം. സ്വർഗീയ നല്ല പിതാവേ ദൈവമേ, യാക്കോബിൻ്റെ ജീവിതത്തിൽ അങ്ങ് കൊടുത്ത അനുഗ്രഹം, യാക്കോബ് ദൈവമേ അവരുടെ ഇടയിലുള്ള അന്യദേവന്മാരെ നീക്കിക്കളഞ്ഞ് അവരെ തന്നെ ശുദ്ധീകരിച്ച് അവർ വസ്ത്രം മാറിയതുപോലെ നമ്മളുടെ ഇടയിലുള്ള ലോകസുഖമോഹങ്ങളെല്ലാം അന്യദേവന്മാരെ നീക്കിക്കളഞ്ഞ് നമ്മളെ അതിൽ നിന്ന് ലോകമോഹസുഖങ്ങൾ നേടിയുള്ള എല്ലാ പ്രശ്നങ്ങളും, എല്ലാ ചിന്തകളും, എല്ലാ സമ്പാദ്യവും നീക്കിക്കളഞ്ഞ് ക്രിസ്തുവാകുന്ന വസ്ത്രം അണിഞ്ഞുകൊണ്ട് ദൈവമേ മുന്നോട്ട് ജീവിക്കുവാനും അങ്ങയുടെ അനുഗ്രഹം പിടിച്ചു പറ്റുവാനുള്ള അവസരം അങ്ങ് നൽകണം. എല്ലാം യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമേൻ.